ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈ ടോപ്പിന് ഞാനൊരു മേക്ക് ഓവർ ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ചെറിയൊരു ലേസോ സീക്വൻസോ മിററോ എന്തെങ്കിലും ഇതിൻ്റെ കയ്യിലും ഈ ഒരു പോർഷനിലും ഈ ഒരു നെക്ക് പോർഷനിലും കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഷോപ്പിൽ പോയി നോക്കട്ടെ എന്താണെന്ന്. ഓക്കെ. അപ്പോൾ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനൊരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഷോപ്പിൽ പോയപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ കുറേ ഇതുപോലത്തെ ലേസൊക്കെ എടുത്ത് കാണിച്ചു. അപ്പോൾ ഞാനിങ്ങനെ വെച്ചിട്ടൊക്കെ നോക്കി, ഇത് ഓക്കെ ആണോ, നല്ലതാണോ എന്നൊക്കെ ഞാനിങ്ങനെ നോക്കി. പിന്നെ ആ ഷോപ്പിലൊരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഗോൾഡ് കളർ വേണോ സിൽവർ കളർ വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പം ചെറിയൊരു ഡൗട്ട് വന്നു. അപ്പോൾ അവരോടും കൂടി ഒപ്പീനിയൻ ചോദിച്ചു. അങ്ങനെ അവർ പറഞ്ഞൊരു ലേസാണ് ഞാൻ ആക്ച്വലി പർച്ചേസ് ചെയ്തത്. പിന്നെ അവിടെ നോക്കിയപ്പോൾ അവിടെ മിറർ വർക്ക് ചെയ്യുന്ന എന്താ പറയുക സ്വീക്വൻസ് പോലത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു നമുക്കിങ്ങനെ ഗമ്മ് വെച്ച് ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മിററും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഗമ്മും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് രണ്ടുമാണ് ഞാൻ വാങ്ങിച്ചത്, ഒരു ലേസും ഒരു മിററും. ആക്ച്വലി ഈ ഒരു ടോപ്പ് ഒരു സാരി ആയിരുന്നു. ഒരു 10 വർഷം മുന്നേ 2015-16 ആ ഒരു സമയത്ത് ഞാൻ വാങ്ങിച്ചൊരു സാരിയാണിത്. ആ സാരീൻ്റെ പിക്ക് ഞാനിവിടെ കാണിക്കാം. ഒരു തവണ മാത്രമേ ഞാൻ ഈ സാരി എടുത്തിട്ടുള്ളൂ. അബുദാബിയിലുള്ളപ്പോൾ വാങ്ങിച്ച സാരിയാണ്. അപ്പോൾ ആ സമയത്ത് നാട്ടിലെ വെക്കേഷന് വരുമ്പം ഒരു ഫംഗ്ഷന് ഞാൻ എടുത്തു. അതിനുശേഷം ഞാൻ എടുത്തിട്ടേ ഇല്ല അത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ അതിനൊരു ടോപ്പ് അടിക്കാമെന്ന്. അങ്ങനെ അതിൻ്റെ ബോർഡറൊക്കെ ഒഴിവാക്കിയിട്ട് ഞാനൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് കുറേ നാളായി. അപ്പം മുതൽ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ, കാരണം ഇത് പ്ലെയിനാണ്, സിമ്പിളാണ്. അതിൻ്റെ ബോർഡറൊക്കെ കളഞ്ഞപ്പോൾ ഒരു പ്ലെയിൻ ടോപ്പ് പോലെയായത്. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ ഞാൻ സംഭവങ്ങളൊക്കെ വാങ്ങിച്ച്, അപ്പം ഒരു ഐഡിയ ഇല്ല എനിക്ക്. അപ്പം ഞാൻ ഇതിനെ വെച്ച് നോക്കുകയാണ്. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. ഇങ്ങനെ വെച്ചാൽ ഓക്കെ ആണോ, ഞാൻ വാങ്ങിച്ച ആ മിറർ ഇതുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ വെച്ചാൽ ഓക്കെ ആണോ, അത് വേറെ ഏതെങ്കിലും രീതിയിൽ വെക്കണോ, ലേസ് ഇങ്ങനെ വെച്ചാൽ മതിയോ, അങ്ങനെ ഞാൻ നോക്കുകയാണ്. എനിക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് യാതൊരു പരിചയവുമില്ല. ഒരു കൈത്തുന്നൽ പോലും ഇട്ടിട്ടുള്ള പരിചയം എനിക്കില്ല. അത് കാരണം ചെറിയ പേടിയുണ്ട് ഇനി ചെയ്തിട്ട് കൊളാവുമെന്ന്. അങ്ങനെ ഞാൻ ഓരോന്നിങ്ങനെ എന്താ പറയുക ഫൈനലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാനിങ്ങനെ വെച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഓക്കെയാണ്. അപ്പം അങ്ങനെ ഞാനതൊക്കെ എടുത്തു. ഫൈനലി അങ്ങനെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. ആദ്യം തുടങ്ങിയപ്പം ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ തന്നെയാണോ കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഞാൻ എൻ്റേതായ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ ഓക്കെ ആയിട്ട് വന്നു. ആദ്യം ഞാൻ കരുതിയത് കുറേ സമയം എടുക്കുന്നതാണ്. പക്ഷേ ചെയ്തു വന്നപ്പം പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്പീഡായിട്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയത്. ഇത് ഭംഗിയുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ സ്റ്റിച്ചിങ് പഠിക്കണമെന്ന് ഇപ്പം ചെറിയൊരു ആഗ്രഹമൊക്കെ വന്നു തുടങ്ങി. അപ്പം ഞാൻ നോക്കട്ടെ. അങ്ങനെ ഞാനത് പെട്ടെന്ന് നെക്ക് പോർഷൻ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തു. 1 മീറ്ററാണ് ഞാൻ ലേസ് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് അത് കട്ട് ചെയ്യുന്നത്. കാരണം ആദ്യം തന്നെ കട്ട് ചെയ്യുമ്പോൾ അതിന് ചെറുതാവുമോ വലുതാവുമോ അങ്ങനെ ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവസാനം കട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ചെയ്തു വന്നപ്പോൾ ഇങ്ങനെയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന കാരണം എനിക്ക് ഇത് ഓക്കെ ആയിട്ട് തോന്നി. പിന്നെ അതേപോലെ തന്നെ കയ്യിലും അതിൻ്റെ ബാക്കി ലേസ് ഞാൻ വെച്ച് കൊടുത്തു. ലേസ് വെച്ചതിന് ശേഷം ഞാൻ ആ മിറർ വർക്ക് ചെയ്തു. ഞാൻ ആ മിറർ ഗമ്മും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗമ്മിൽ നല്ലപോലെ ഒട്ടിച്ചു കൊടുത്തു. അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ചെയ്യാനായിട്ട്, കാരണം കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരു വിധത്തിൽ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക്. നെക്ക് പോർഷനിൽ അത്രമാത്രമേ മിറർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.